ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. തൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ താങ്ങി നിർത്തും. ഈ വചനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വചനം കൊണ്ടൊക്കെ ബന്ധിക്കാൻ പറ്റും നമുക്ക്. കാരണം പൈശാചിക ശക്തികൾ വിട്ടുപോകും. ഈ വചനത്തൊക്കെ ഡെലിവറൻസിൻ്റെ വചനങ്ങളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വചനം നമുക്ക് എടുത്തുപയോഗിക്കണം. എടുത്തുപയോഗിച്ചാൽ മാത്രം എടുക്കണം, വചനം എടുത്ത് പറയണം. വചനം പറയുമ്പോൾ അപ്പം തിന്മയുടെ ശക്തികൾ ആ സ്ഥലത്ത് നിന്ന് ആ വ്യക്തി എന്നൊക്കെ വിട്ടുപോകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമല്ലാതായി തീരും. നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരായിരിക്കും. നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളിച്ചത്, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ പരിശുദ്ധനാണ് നിൻ്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും